ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തമ്യാലിൽ. അങ്ങനെ നമ്മൾ ഇന്ന് LDC മെയിൻസിൻ്റെ 35 ദിവസത്തെ ടൈം ടേബിൾ നോക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ടൈം ടേബിൾ ഇടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അതായത് ഇന്നിപ്പോൾ പഠിച്ച കാര്യത്തിൻ്റെ കുറച്ച് പോർഷൻ നാളെ ആകുമ്പോഴത്തേക്കും മറക്കും, പിന്നെ കുറച്ച് പോർഷൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും മറക്കും, പിന്നെ കുറച്ച് പോർഷൻ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും മറക്കും. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു റിവിഷൻ മെത്തേഡുണ്ട്. ആ റിവിഷൻ മെത്തേഡിൻ്റെ പേരാണ് സ്പേസ്ഡ് റെപ്പറ്റേഷൻ എന്ന്. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആ പെർട്ടിക്കുലർ ഇൻ്റർവെൽ എത്തുന്നതിന് മുമ്പേ ഓർത്തെടുക്കുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എക്സാം ആവാറാകുമ്പോൾ ടെൻഷൻസ് ഇല്ലേ, അയ്യോ ഞാൻ പഠിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, അയ്യോ ഞാൻ മറന്നു പോവുക എന്നൊക്കെയുള്ള ചിന്തയില്ലേ, അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. സോ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യണം. ഇനി അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ സ്പേസ് റെപ്പറ്റേഷൻ മെത്തേഡ് എന്താണ് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കാണ്. അപ്പോൾ സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 13 ടിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ആ വീഡിയോയും കൂടെ പറ്റുവാണെങ്കിൽ ഒന്ന് കാണാം. ഇത് രണ്ടും മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കുറേ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, പാസീവ് വോയിസ്, ബേസിക്സ്, ഇഫ് ക്ലോസ്, ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ, എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി നോക്കാം കേട്ടോ. ഇനി ഇന്നത്തെ ടൈം ടേബിളിലോട്ട് ഞാൻ കിടക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ മറന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ മറന്നു പോകുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കണ്ട. ഞാൻ ഓരോ ദിവസവും ഓരോ ഡേയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പോർഷൻസ് അത് ദിവസം റിവൈസ് ചെയ്യണം, ഏതൊക്കെ റിവൈസ് ചെയ്യണം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ അങ്ങ് പഠിച്ചേച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട കാര്യം വരില്ല. അപ്പോൾ എല്ലാ ദിവസവും ടൈം ടേബിൾ എടുത്ത് നോക്കുക, പഠിക്കാനുള്ള പോർഷൻസ്, റിവൈസ് ചെയ്യാനുള്ള പോർഷൻസ് നോക്കുക, പഠിക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ടൈം ടേബിൾ ആക്സസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ടൈം ടേബിൾ നമുക്ക് ഇവിടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടുപോകും. കാരണം ഒത്തിരി ടോപ്പിക്സ് ഇല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ വെബ്സൈറ്റിനകത്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, മുകളിൽ ഐ ബട്ടണിൽ, അതേപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു V ഷേപ്പിലുള്ള ഒരു ഐക്കൺ ഉണ്ട്. ഒരു ആരോ മാർക്ക് പോലെ V ഷേപ്പിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഹായ്, ഞാൻ അനുമോൾ ജോളി തോട്ടത്തിമേലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പോയി നോക്കി പഠിച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി എങ്ങനെയാണ് ഉണ്ടാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലിങ്ക് വഴി കയറി നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിൾ എടുക്കുക, അനുമോൾ ജോളി തോട്ടത്തിമേലിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ anumoljoly.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് കിട്ടും. ഇങ്ങനെയായിരിക്കും വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഉണ്ടാവുക. ഇതിലിതേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ആരോ മാർക്ക് കൊടുത്തേക്കണം കണ്ടോ, ബ്ലൂ കളറിൽ. അതായത് അവിടെ ഒരു 3 വരയുണ്ട്. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്യാം. 3 വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് പോലെ ഒരു ചെറിയൊരു ബോക്സ് ഇങ്ങനെ തുറന്നു വരും. ഇതിൽ നമുക്ക് സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരള PSC എന്ന് പറഞ്ഞ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വിസുകളുണ്ട്. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ക്വിസ് രൂപത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേരള PSC എന്ന് പറഞ്ഞ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ GK ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ ഓരോ സബ്ജക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ റെഫറൻസ് ബുക്സ് ഉണ്ട്. അതിപ്പം PSCയുടെ ഉണ്ട്, സിവിൽ സർവീസിൻ്റെ ഉണ്ട്. വീഡിയോ ക്ലാസ്സും PSCയുടെ ഉണ്ട്, സിവിൽ സർവീസിൻ്റെ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെ കണ്ടു ടൈം ടേബിൾ. ആ ടൈം ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞ് ആരോ മാർക്ക് പോലെ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇങ്ങനെ തുറന്നു വരുന്നുണ്ടാവും. ആ ടൈം ടേബിളിൽ താഴത്തോട്ട് ഇങ്ങനെ LDC ടൈം ടേബിൾ, മെഡിക്കൽ എൻട്രൻസ് ടൈം ടേബിൾ, +2 പ്രിലിംസിൻ്റെ ടൈം ടേബിൾ, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ടൈം ടേബിൾ, LDC മെയിൻസ് എക്സാമിന് ടൈം ടേബിൾ കണ്ടോ.
അവിടെ ക്ലിക്ക് ചെയ്യുക. LDC മെയിൻസ് എക്സാമിന് ടൈം ടേബിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇതാ ഇങ്ങനൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് LDC മെയിൻസ് എക്സാം 35 ഡേയ്സ് ടൈം ടേബിളിന് കിടപ്പുണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഈ സ്ക്രീനിൽ താഴെ ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ LDC പ്രിലിംസിൻ്റെ ടൈം ടേബിൾ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു ഇതിൻ്റെ പ്രിൻ്റബിൾ ഫോമാറ്റ് കിട്ടുമോ എന്ന്. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഡൗൺലോഡബിൾ PDF ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഈ ടൈം ടേബിളിന് മുകളിൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചെക്ക് ബോക്സ് പോലെയുണ്ട്, അത് ചെക്ക് ലിസ്റ്റ് പോലെയുണ്ട്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതനുസരിച്ച് അതിൻ്റെ സൈഡിൽ ടിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു കോൺഫിഡൻസ് ആവും പഠിച്ചല്ലോ എന്നുള്ളതേ. അല്ലെങ്കിൽ നിങ്ങൾക്കത് വെട്ടി കളയാം. അപ്പോൾ അത് നമ്മൾ ഫിസിക്കലി ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത് അത് വെച്ച് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫിസിക്കലി നമ്മൾ കാണുവാണ് നമ്മൾ എന്തൊക്കെ പോർഷൻസ് തീർത്തു എന്നൊക്കെ നമ്മൾ നേരിട്ട് കാണുക. അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് വരാം ഇത്രയും ഞാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടി വരും ഓരോ ദിവസം ചൊല്ലും തോറുവേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി 35 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. 35 ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ അതെന്ന് വെച്ചാൽ കൂടുതൽ സമയമുണ്ട്. ഇപ്പോൾ ഒരു 2 മാസം സമയമുണ്ട് എക്സാമിന് എന്നുണ്ട്. 35 ദിവസം ടൈം ടേബിൾ അല്ലേ ഇതുള്ളൂ. അതിൽ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ പേജിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് Day 1 കാണാം. അപ്പോൾ Day 1 ആ ടോപ്പിക്സ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തേക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് 100% സിലബസ് ഓറിയൻറ്റഡ് ആണ് കേട്ടോ. ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. എല്ലാ സിലബസും കവർ ചെയ്യുന്നുണ്ട്. നല്ല റിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അതാണ് സ്പേസ് റിപ്പറ്റേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തലേ ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ റിവൈസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തലേ ദിവസം പഠിച്ചിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ നോട്ട് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക തലേ ദിവസം പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത്രയല്ലേ ചെയ്യാനുള്ളൂ എന്ന് ഓർത്തിട്ട് നിങ്ങൾ എന്തായാലും അത് ചെയ്ത് നോക്കും. അപ്പം ആദ്യം നിങ്ങൾ റിവൈസ് ചെയ്യുക, എന്നിട്ട് മാത്രം അന്ന് പഠിക്കാനുള്ള പോർഷൻസിലോട്ട് പോവാം. അതുകൊണ്ട് തന്നെ ഞാൻ ടൈം ടേബിളിൽ അങ്ങനെ കൊടുത്തേക്കണത്. ആദ്യം റിവൈസ് ചെയ്യാനുള്ള പോർഷൻസ് കൊടുത്തു, പിന്നെ അന്നന്ന് പഠിക്കാനുള്ള ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട്. അടുത്തത് Day 7 ആണ്. അപ്പോൾ Day 3, Day 4, Day 5 അങ്ങനെ എല്ലാം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കിടക്കുന്നുണ്ട്. പിന്നെ Day 7 നമുക്ക് റിവിഷൻ വരുന്നതുകൊണ്ട് ഞാൻ അത് കാണിച്ചതന്നേ ഉള്ളൂ. പിന്നെ Day 7 ഇതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Day 7 മാത്രമല്ല, അങ്ങനെ വിചാരിക്കരുത്. എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവിഷൻ വരുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. Day 7 നമുക്ക് 2 റിവിഷൻ ഉണ്ട്. കാരണം Day 7 ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് 7ാമത്തെ ദിവസമായി. ഒരാഴ്ചയായി നമ്മൾ പഠിച്ചിട്ട് ആദ്യത്തെ ദിവസത്തെ ടോപ്പിക്ക്. സോ അത് മറന്നു പോകാനുള്ള സമയം എത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം നമ്മൾ മറന്നു പോകാനുള്ള സമയം എത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്യണം. എന്നാലേ അത് ഓർത്തിരിക്കത്തുള്ളൂ. അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് Day 1 പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. പിന്നെ തലേ ദിവസം പഠിച്ചത് Day 6 പഠിച്ചത് റിവൈസ് ചെയ്യണം. ഇത് രണ്ടും കഴിഞ്ഞിട്ടേ അന്ന് പഠിക്കാനുള്ള ടോപ്പിക്കിലോട്ട് കടക്കാവുള്ളൂ. ഇനി Day 7 നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഒന്നാമത്തെ ദിവസം പഠിച്ച കാര്യം നിങ്ങൾ നോട്ട് എഴുതി വെച്ചായിരുന്നല്ലോ. ആ നോട്ടിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഒരു 20 ക്വസ്റ്റ്യൻസ് PSCയുടെ എക്സാമിന് ഉണ്ടാകുന്ന പോലെ 20 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ വീതം, അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഇങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാലേ നമ്മളത് പഠിച്ചത് നമുക്ക് എക്സാം ഹാളിൽ വരുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം എന്താ അറിയാവോ? നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി, നമ്മൾ തന്നെ ഓപ്ഷൻസ് ഉണ്ടാക്കി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പഠിച്ചായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാ എന്ന ചിന്തയിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് Day 7 കാര്യം. ഇനി അടുത്ത ദിവസങ്ങളിലും എല്ലാ ദിവസവും ഇതുപോലെ Day 8, Day 9, Day 10 ഒക്കെ കൃത്യമായിട്ട് 2 റിവിഷൻ്റെ ടോപ്പിക്സും. അത് നിങ്ങൾ പുറകോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. Day 1 റിവിഷൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് Day 1 എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ടായിരുന്നെന്ന് കൊടുത്തിട്ടുണ്ട്. തലേ ദിവസം എന്തൊക്കെയാണ് പഠിക്കാനുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട, എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് Day 7 ഞാൻ പറഞ്ഞല്ലോ. Day 7 പഠിക്കാനുള്ള പോർഷൻസ് ഇതുപോലെ 30ാമത്തെ ദിവസം വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. 30ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞില്ലേ? 1 മാസം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി റിവൈസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 30ാമത്തെ ദിവസം ആദ്യ ദിവസം പഠിച്ച കാര്യവും അതേപോലെ 6 ദിവസം ഒരാഴ്ച മുമ്പ് പഠിച്ച കാര്യവും പിന്നെ തലേ ദിവസം പഠിച്ച കാര്യം ഒക്കെ റിവൈസ് ചെയ്യാനില്ലേ? ഇതൊക്കെ 1 മാസം കഴിയുമ്പോഴാട്ടോ. ഒത്തിരി ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഈ സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ച് തറവായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ പഠിച്ചൊന്ന് ഓർത്തെടുത്തേച്ചാൽ മാത്രം മതി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ Day 1 പഠിക്കാനുള്ള ഉണ്ടാവും, Day 24 പഠിക്കാനുണ്ടാവും, Day 29 പഠിക്കാനുണ്ടാവും, പിന്നെ അന്നത്തേക്കും ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും. ഇവിടെ കണ്ടോ, ലാസ്റ്റിലോട്ടായപ്പോൾ ഒരുപാട് പോർഷൻസ് ഒന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് പോർഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം ഫോളോ ചെയ്യാൻ. 35 ദിവസത്തെ ടൈം ടേബിൾ ആണല്ലോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 35 ദിവസമല്ല അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് എക്സാമിനുണ്ടെങ്കിൽ ഇന്ന് മുതലേ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. എന്നിട്ട് 35ാമത്തെ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 36ാമത്തെ ദിവസം മുതൽ ഓരോ ദിവസമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങൾ എഴുതി വെച്ച നോട്ട്സ് ഉണ്ടല്ലോ, അത് ഡേ 1 നിങ്ങൾ എഴുതി വെച്ച നോട്ട്, ഡേ 2 നിങ്ങൾ എഴുതി വെച്ച നോട്ട്, ഡേ 3 നിങ്ങൾ എഴുതി വെച്ച നോട്ട്, അത് വെച്ച് പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം LDC പ്രിലിംസിൻ്റെ എക്സാമിന് ടൈം ടേബിൾ ഇട്ടപ്പം അതിനെനിക്ക് ഒരുപാട് വ്യൂസ് വന്നായിരുന്നു. ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു, അത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ടൈം ടേബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും LDC എക്സാമിന് നല്ല റാങ്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച് വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.